നമസ്കാരം. വീണ്ടും ഒരു വിഷുക്കാലം വരവായി. ഉത്സവക്കാലം വിഷുവോടെ അവസാനിക്കും. ആഘോഷത്തിമിർപ്പുകൾക്കായി ഇനി ഒരു വർഷം കാത്തിരിക്കണം. വിഷുവിനെ വരവേൽക്കാൻ പൂക്കൾ വിരിയിച്ച് കാത്തിരിക്കുകയാണ് കണിക്കൊന്നകൾ. കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല എന്നാണ് ശാസ്ത്രനാമം. ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ് എന്നിവിടങ്ങളിൽ ധാരാളമായി വളരും. ഓഫീർ പൊന്ന് എന്നും പേരുണ്ട്. ഗോൾഡൻ ഷവർ ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയും. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കൊന്നപ്പൂവാണെന്ന് എല്ലാവർക്കും അറിയാം. തായ്ലൻഡിൻ്റെ ദേശീയ വൃക്ഷവും ദേശീയ പുഷ്പവും കണിക്കൊന്നയാണ്. ആ വൃക്ഷത്തെ കൊന്നമരം എന്ന് വിളിക്കാൻ തുടങ്ങിയതിന് പിന്നിലും കൊന്നപ്പൂക്കൾ കണിയൊരുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കാൻ തുടങ്ങിയതിന് പിന്നിലും ചില ഐതിഹ്യ കഥകൾ പ്രചാരത്തിലുണ്ട്. രാമായണകാലത്ത് സീതയെ അന്വേഷിച്ചിറങ്ങിയ ശ്രീരാമൻ സുഗ്രീവനോട് സഖ്യം ചെയ്ത് ബാലിയെ വൃക്ഷത്തിന് മറഞ്ഞു നിന്നാണ് കൊന്നത്. അത് ഈ വൃക്ഷത്തിൻ്റെ ചൂട്ടിൽ നിന്നായിരുന്നു. പിന്നീട് അതുവഴി വരുന്നവർ ആ വൃക്ഷത്തിൻ്റെ ചൂട്ടിലെത്തുമ്പോൾ കൊന്നമരം എന്ന് പറഞ്ഞ് ആ വൃക്ഷത്തിന് ആ പേര് കിട്ടിയെന്നാണ് ഒരു ഐതിഹ്യം. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു ബാലകനോടൊപ്പം ഉണ്ണികൃഷ്ണൻ ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന് സ്ഥിരമായി കളിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം തൻ്റെ കഴുത്തിൽ കിടന്ന മാല ഭഗവാൻ ബാലകന് ഊരി നൽകി. തലേന്നാൾ ഒരു ഭക്തൻ സമർപ്പിച്ചതായിരുന്നു ഈ മാല. ക്ഷേത്രത്തിലെ ശ്രീകോവിലെത്തിയ ശാന്തിക്കാരൻ വിഗ്രഹത്തിൽ മാല കാണാഞ്ഞ് പരിഭ്രമിച്ചു. അപ്പോഴാണ് ബാലകൻ്റെ പക്കൽ മാല ഉണ്ടെന്നറിഞ്ഞത്. ബാലകൻ മോഷ്ടിച്ചെന്ന് അവർ പറഞ്ഞു. ഉണ്ണിക്കണ്ണൻ തനിക്ക് സമ്മാനിച്ചുവെന്ന് പറഞ്ഞിട്ടും കൂടി നിന്നവർ വിശ്വസിച്ചില്ല. മാല തനിക്ക് തന്നതാണെന്ന് ഉണ്ണികൃഷ്ണൻ പറയാത്തതിൽ പരിഭ്രമിച്ച് ബാലകൻ ഇനി മേലാൽ ഉണ്ണികൃഷ്ണൻ്റെ കൂടെ കളിക്കില്ലെന്ന് പറഞ്ഞ് മാല വലിച്ചെറിഞ്ഞു. അത് പുറത്തെ ഒരു വൃക്ഷത്തിൽ തങ്ങിക്കിടന്നു. അപ്പോൾ തന്നെ ആ മാല പൂക്കളായി മാറുകയും ചെയ്തു. ആ സമയം ക്ഷേത്രത്തിൽ നിന്ന് ഈ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് എന്നെ കണി കാണുന്നവർക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സകല ദുഷ്കൃതിയിൽ നിന്ന് മോചനവും കിട്ടുമെന്ന അശരീരിയും ഉണ്ടായി. അക്കാലം മുതലാണ് കണി ഒരുക്കുന്നതിൽ കണിക്കൊന്ന പൂക്കൾക്ക് മുഖ്യസ്ഥാനം കിട്ടിയതെന്നാണ് മറ്റൊരു. കണിയൊരുക്കുവാൻ പൂക്കൾ തേടി നാം മറ്റെങ്ങും അലയേണ്ടതില്ല. നമ്മുടെ പാതയോരത്തൊക്കെ ധാരാളം കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു നിൽക്കുന്നുണ്ട്. അക്കാര്യത്തിന് നമ്മുടെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് നൽകാം. നമ്മുടെ പെരുവമ്മൂഴിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ ദൃശ്യത്തിലുള്ളത്. ഇനി എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വരും വരേക്കും നന്ദി, നമസ്കാരം.